മാരകമായ രോഗങ്ങൾ നമ്മുടെ നാടുകളിൽ പടരാതിരിക്കാനാണ് മൗലിദ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ആ മൗലിദ് എങ്ങനെയാ ഓതേണ്ടത്? പല സ്ഥലത്തും മൗലിദ് ഓതാൻ കാണുന്നു. വിളിക്കും, കുറച്ച് ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടുകാരന് മൗലിദ് ഓതാനില്ല, വീട്ടിലെ സ്ത്രീകൾ മൗലിദ് ഓതാനില്ല, അവരവരെ വേറെ തിരക്കില്ല. അങ്ങനെ ആകാൻ പാടില്ല. ആ മൗലിദിന്റെ സദസ്സിൽ ഏറ്റവും മുന്നിൽ ഒന്നാമതായിരിക്കേണ്ടത് വീട്ടുകാരനാണ്. കാരണം അവന്റെ വീട്ടിലല്ലേ മൗലിദ് നടക്കേണ്ടത്. അപ്പൊ ആ വീട്ടുകാരനാണ്. ആ വീട്ടിലെ സ്ത്രീകളെ കൂട്ടത്തിൽ ഒന്നാമതായി മൗലിദ് ഉള്ളിൽ ചൊല്ലേണ്ടത് ആരാണ്? അത് ചൊല്ലേണ്ടത് ഈ വീട്ടിലെ സ്ത്രീയാണ്. പക്ഷെ എങ്ങനെ ചൊല്ലണം? അന്യപുരുഷന്മാരുള്ള സ്ഥിതിക്ക് ഉറക്ക ചെല്ലണ്ട, പതുക്കെ ചെല്ലണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, തക്ബീർ ഏറ്റവും സുന്നത്താകുന്ന സമയങ്ങളാണ്. തക്ബീർ ചൊല്ലണം. അറഫ ദിവസത്തിന്റെ സുബഹി മുതൽ അയ്യാമുത്ത ശരീക്കിന്റെ അവസാനം വരെ എല്ലാ നിസ്കാരത്തിന് ശേഷം, ഫർദ് നിസ്കാരമാകട്ടെ മയ്യത്ത് നിസ്കാരമാണെങ്കിൽ പോലും, ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്ന് ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ പെരുന്നാൾ മാസം കണ്ടത് മുതൽ അതാ വ്യാപകമായി അങ്ങാടികളിലും വീടുകളിലും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അവിടെ പണ്ഡിതന്മാര് നിയമം പറഞ്ഞു, പുരുഷന്മാര് ഉറക്ക തക്ബീർ ചൊല്ലണം. അപ്പൊ പിന്നെ അമ്മൽ മർആ, പെണ്ണാണെങ്കിലോ ആ പെണ്ണ് അവിടെ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ, അന്യപുരുഷന്മാരുള്ള സ്ഥലത്താണെങ്കിൽ പെണ്ണ് ഉറക്ക തക്ബീർ ചൊല്ലിക്കൂടാ.